ഹലോ ഫ്രണ്ട്സ്, എസ് ക്യു എല്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈ എസ് ക്യു എല്ലിൽ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എന്താണ് മൈ എസ് ക്യു എല്ലിൽ ഈനം കൊണ്ടുള്ള അഡ്വാൻറ്റേജ്, ഈനം എങ്ങനെയാണ് വെച്ചിട്ടൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് സാധാരണ ചോദിക്കുന്നത്. എൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്താണ്? അപ്പോൾ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന, നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള വാല്യൂ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആണ്. അതാണ് പ്രത്യേകത. ഇപ്പം നമുക്കിവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജെൻഡർ, നമുക്കറിയാം ജെൻഡർ എന്ന് പറഞ്ഞാൽ മെയിൽ ഫീമെയിൽ എന്നുള്ള ഒരു ലിസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അതേഴ്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ 3 വാല്യൂ അല്ലാതെ വേറൊരു വാല്യൂ ആ ഫീൽഡിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്കിപ്പോൾ ഇവിടെ അങ്ങനെ ആ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഇതിനകത്തൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇനമിനകത്തോട്ടൊരു വാല്യൂ എക്സ്ട്രാ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് ലിസ്റ്റ് ഓഫ് വാല്യൂ ഒരു ഫീൽഡിലോട്ടുള്ളതിനകത്തോട്ട് ഒരു വാല്യൂ എക്സ്ട്രാ ആഡ് ചെയ്യണം. നമുക്ക് ഓൾട്ടർ ടേബിൾ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. നമ്മളിവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ ക്രിയേറ്റ് ടേബിൾ, ഇവിടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നു, ID ഇൻറ്റ് 11, പ്രൈമറി കീ പറയുക. ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നു, ഇവിടെ ഈനം പറയുന്നു, ഇവിടെ നമുക്ക് കാറ്റഗറി പറയാം. ഇവിടെ ഞാൻ ബുക്ക് എന്ന് പറയുന്നു, ഇവിടെ പെൻസിൽ എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു 3 കാറ്റഗറി എടുത്തു. ഈ 3 കാറ്റഗറി അല്ലാതെ വേറൊന്നും നമുക്കിവിടെ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഈ ഈനമിൻ്റെ പ്രത്യേകത. നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേബിൾ റെഡിയാണ്. നമുക്കൊന്ന് ഇൻസേർട്ട് ചെയ്യാം അതിലോട്ട്. ഇവിടെ ഇൻസേർട്ട് ഇൻറ്റു പ്രോഡക്റ്റ്, ഇവിടെ വാല്യൂസ് എന്ന് പറയാം. ഇവിടെ ഞാൻ പറയുന്നു 1, പ്രോഡക്റ്റ് ID 1. ഇവിടെ ഞാൻ പ്രോഡക്റ്റ് നെയിം കൊടുക്കുന്നു. ഇവിടെ ബുക്ക് എന്ന് പറയുന്നു. ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് ഞാൻ എഡിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ അത് ഒരു റെക്കോർഡ് അതിനകത്തോട്ട് ഇൻസേർട്ടായി ആ ടേബിളിലോട്ട്. ഇവിടെ ഞാൻ ബുക്കെന്ന് മാറ്റി ഒരു തെറ്റിച്ചിട്ട് ഞാൻ ബാഗ് എന്ന് കൊടുക്കുന്നു. ബാഗ് എന്നുള്ളത് ഈനമിലില്ലാത്തൊരു വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ID 2 എന്ന് കൊടുക്കുന്നു. നോർമലി SQL എറർ ഇല്ല, പക്ഷേ ഈനം ആണ് ഇവിടെ വില്ലനായിട്ട് വരാൻ പോകുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ആ പ്രോഡക്റ്റ് അവിടെ ഇൻസേർട്ട് ആയിട്ടില്ല, കണ്ടല്ലോ. കാരണം ആ ലിസ്റ്റിലുള്ള പ്രോഡക്റ്റ് മാത്രമേ അവിടെ ഇൻസേർട്ട് ആകത്തുള്ളൂ.